സെപ്റ്റംബറിൽ വന്ന ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. ഞാൻ എൻ്റെ പാർട്ട് ടൈമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഹലോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പാർട്ട് ടൈം ജോബ്സ് ഇൻ UK എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ച് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചു. അതായത് പാർട്ട് ടൈം ജോബ് കിട്ടുമോ, പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടോപ്പിക്. ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. സോ ദിസ് ഈസ് ഫോർ യു ഗായ്സ്. ഫസ്റ്റ്ലി പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും വന്ന ഉടനെ ജോലി കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൊക്കേഷൻ. സോ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണെന്ന് നോക്കുക. റൂറൽ ആയിട്ടുള്ള ഏരിയ ആണോ അതോ സിറ്റി സെൻറ്റർ ആണോ, ഫീസും കാര്യങ്ങളൊക്കെ ഒരു കാര്യമാണ്. ബട്ട് ഈവൻ ദോ പാർട്ട് ടൈമിനെ പറ്റിയിട്ട് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലം ഈസ് സോ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്ട് ടൈം ചെയ്തിട്ട് ഫുൾ ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും പറ്റില്ല. കാര്യം നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 20 അവർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് പേ ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 13 പൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുക. അതായത് മിനിമം ഒരു 13 പൗണ്ട്. ഇപ്പോൾ ബേസിക് പേ എനിക്ക് തോന്നുന്നു 12.7 സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു, അതോ 13 ആണോ എന്നറിയില്ല. ബട്ട് എനിവേ എനിക്കറിയാവുന്ന എല്ലാവരും ഒരു 13 പൗണ്ടിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സോ നിങ്ങളൊരു 13 പൗണ്ടിന് നിങ്ങൾ അവർലി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളങ്ങനെ ഒരു 20 അവർ നിങ്ങൾ വീക്ക്ലി ചെയ്യുകയാണ്, അതാണ് ലിമിറ്റ്. ആ 20 അവറിന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ റെൻറ്റ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 1000 പൗണ്ട് മന്ത്ലി കിട്ടുമ്പോൾ അതിൽ ഒരു നിങ്ങൾ സിംഗിൾ റൂമാണെന്നുണ്ടെങ്കിൽ ഒരു 400 to 450 നിങ്ങളുടെ റെൻറ്റിന് പോകണം. അപ്പോൾ ഒരു 400 to 450 നിങ്ങളുടെ റെൻറ്റിന് പോയി കഴിഞ്ഞാൽ ബാക്കി അതിലുള്ള ഒരു 600 അല്ലെങ്കിൽ 550 എന്നുള്ളൊരു എമൗണ്ട് അത് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റും, നിങ്ങളുടെ സേവിങ്സ്. ആ സേവിങ്സിൽ നിന്നാണ് നിങ്ങൾ ആ ഒരു മന്ത്ലിയുള്ള ഗ്രോസറീസ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു 200 പൗണ്ട് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ്, ഫുഡ്, ട്രാവൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് നിങ്ങൾ മാറ്റി വെച്ചാലും നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഒരു 200 to 250 വരെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് കാണും. നിങ്ങൾക്ക് ആ സേവിങ്സ് വെച്ച് ഒരിക്കലും നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാം. അതായത് ഒരു നാട്ടിലത്തെ ഒരു 10,000 രൂപയൊക്കെ വീട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ മാസവും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം കൊണ്ട് പറ്റും. പിന്നെ ഈ ഫീസ് അടയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ, എൻ്റെ ഒരു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ 20 അവർ ലിമിറ്റിനെക്കാട്ടിലും എബോവ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഫീസ് അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് ഇല്ലീഗൽ. സോ ഐ ഡോണ്ട് പ്രൊമോട്ട്, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാര്യം പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകും. യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യും. പിന്നെ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് 20 അവർ ലിമിറ്റിൽ ചെയ്യുക. അങ്ങനെ ഫീസ് അടച്ച് പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വരാതിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം കുറച്ചൊക്കെ സേവിങ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിലോട്ട് കുറച്ച് എമൗണ്ട് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അതിനൊരിക്കലും വീട്ടിൽ നിന്ന് ചോദിക്കേണ്ടി വരില്ല. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൽ നടക്കുക. നാട്ടിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വലിയ വാലിഡേഷൻ ഒന്നും ഇല്ലെങ്കിലും നാട്ടിൽ ഫസ്റ്റ്ലി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ CV ക്കകത്ത് വെക്കാനായിട്ട് നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഈസ് ലൈക്ക് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2024 സെപ്റ്റംബറിലാണ് UK വരുന്നത്. സോ അന്ന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന റെൻ്റ് എന്ന് പറയുന്നത് 330 പ്ലസ് ബിൽസ്. അപ്പോൾ അറൗണ്ട് ഒരു 360 ആയിരുന്നു എൻ്റെ മന്ത്ലി ബിൽ വരുന്നത്. ഷെയർഡ് ആയിരുന്നു റൂം. അപ്പോൾ ഞാൻ വന്നു, എനിക്ക് ഒരു വിത്തിൻ 1 മന്ത് എനിക്ക് ആമസോണിൽ വെയർ ഹൗസിൽ എനിക്ക് ജോലി കിട്ടി. അത് 12 അവറായിരുന്നു എൻ്റെ കോൺട്രാക്ട് അവേഴ്സ്. വീക്ക്ലി ആയിരുന്നു സാലറി. ബട്ട് ഐ മാനേജ്ഡ് മൈ ലൈക്ക് വോൾ മന്ത് വിത്ത് ദാറ്റ് ഇൻകം. 20 അവർ ഒന്നും ഞാനന്ന് ചെയ്തിട്ടൊന്നുമില്ല വീക്ക്ലി. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ഇൻകം മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ഹോം സിക്ക് അടിച്ചിട്ട് ഞാൻ സെപ്റ്റംബറിൽ വന്ന ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. ഞാൻ അങ്ങനെ കുറേ ഒരു ഹോം സിക്കിൻ്റെ ഒരു കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഡിസംബറിൽ നാട്ടിൽ പോയി. അതും എൻ്റെ പൈസ ഞാൻ ഏൺ ചെയ്ത എൻ്റെ പാർട്ട് ടൈമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അത് ഞാൻ 20 അവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. സോ അതൊക്കെയാണ് നമ്മുടെ UK പാർട്ട് ടൈമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ എന്തിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഐ വിൽ ഡു എ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.